ജൂലൈക്കും ഓഗസ്റ്റിനും വേണ്ടി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3-4 മാസത്തിനുള്ളിൽ നമുക്കൊരു ദുരന്തം ഉണ്ടാവും. ആ ദുരന്തത്തിന്റെ പേരിൽ ആ വർഷത്തെ വെള്ളമൊക്കെ തീർന്നോളും. അത് പിണറായി നന്നായിട്ട് അറിയാം ആ സമയത്ത് ദുരന്തം ഉണ്ടാവും. ഈ ഒന്ന് പുള്ളിയെ ദേശാമാനി അല്ലാത്ത വേറെ പത്രങ്ങളൊന്നും പുള്ളി കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. അതും വായിക്കലുണ്ടാവില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ദുരന്തത്തെ ഇതൊരു വരുമാന മാർഗമാക്കി ഇവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിച്ച് ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ മുഖ്യമന്ത്രി എന്തു ചെയ്തു? അടുത്ത വർഷം ഇതുണ്ടാവും. ഇപ്പൊ കേന്ദ്ര സഹായം മേടിക്കാൻ പോകും, നാട്ടുകാരുടെ ഇന്നെല്ലാം തണ്ടും, CMDRF-ൽ പരിപാടി നടത്തും, DYFക്കാരന് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത് ആ പൈസ എടുത്ത് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ കൂട്ടിക്കലൊക്കെ ചെയ്ത് എനിക്കറിയാം. 25 വീട് വെച്ച് കൊടുത്തു. ആ 25 വീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം, ബാക്കിയുള്ളൊരു മനസ്സിലേ. ഒരു ചെറിയൊരു കേസിന്റെ പേരിലാണ് PC ജോർജിന് വീട്ടിൽ കയറി, നിങ്ങളുടെ പിതാവിനെ വീട്ടിൽ കയറിയിട്ട് ഈ കിടന്നുറങ്ങി ആളുടെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു ഞാൻ കൊടുത്ത കേസിൽ തന്നെ ഒരു 5-8 കോടി രൂപ ഇപ്പൊ മുടക്കായിട്ടുണ്ട്. പിന്നെ മുടക്ക് പിണറായി പാവം കറുത്തയുടെ കാശാണ് മുടക്കുന്നല്ലാതെ കേസ് അദ്ദേഹം അദ്ദേഹം മുടക്കുന്നില്ല. ഒന്നിപ്പം KSDC ആണെങ്കിൽ സർക്കാർ കൊടുക്കും, മറ്റേ CMR-ലാണെങ്കിലും എക്സാലോജിക്കിന്റെ ആണെങ്കിലും കാശ് പോകുന്ന ഭാഗം കർത്താടെ, അല്ലാതെ എക്സാലോജിക്കിന്റെ നിന്ന് കാശൊന്നും പോകാനൊന്നും ഇല്ലല്ലോ, പാപ്പരാണല്ലോ. ഇപ്പൊ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലാവ്ലിൻ കേസിൽ ഇതുപോലെ ആരോപണ വിധേയനാവുകയും നിരവധിയായ കേസുകളും സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള നേതാക്കളാണ്. VS അച്യുതാനന്ദൻ അടക്കം ഇദ്ദേഹം ഈ ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വളരെ പരസ്യമായി തന്നെ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുലുക്കവും സംഭവിക്കുന്നില്ല. VS ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ കൊതിച്ചു പോകുന്നൊരവസരമാണ്. അദ്ദേഹം തീരെ വയ്യാത്ത ഒരവസ്ഥയിലാണ്, അദ്ദേഹത്തിന് ആരോഗ്യപരമായ വലിയ ക്ഷീണമാണ്. പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു നിമിഷം കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ തുടരില്ലായിരുന്നു. അതിൻ്റെ ഒരു വലിയ അഭാവം അവിടെ ഉണ്ട്. ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര നേതാക്കന്മാരുടെ സപ്പോർട്ടിലൂടെയാണ് ഇത്തരം കേസ് എന്നൊക്കെ ഇദ്ദേഹം ഏതാണ്ട് ഇന്ന് ചാണ്ടിയുമ്മൻ MLA അഭിഭാഷക ഒരു പാനലിൽ വന്നു. അത് എന്നാൽ കോൺഗ്രസുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ടാണ്. ഇത് ഇപ്പോഴും സ്ഥിരമായിട്ടൊരു പരിപാടിയാണ്. BJPയും CPM-ഉം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. BJP എന്ന് പറയുന്നില്ല, ഇത് CPM-ന് മൊത്തം അഡ്ജസ്റ്റ്മെന്റ് തരില്ല. പിണറായി വിജയന് ചില പിണറായിയും BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ കോൺഗ്രസും BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ, അതെനിക്ക് മനസ്സിലാകും. നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും ചേട്ടനും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്, എനിക്കും ചേട്ടനും ലാഭം ഉണ്ടാവണം അല്ലേ? അങ്ങനെയാണല്ലോ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഇപ്പൊ ചേട്ടനല്ലേ ഞാനൊരു കാര്യം വേണം. തൃശ്ശൂര് ആര് വിചാരിച്ചാലും സുരേഷ് ഗോപി ജയിച്ചത് CPM സഹായിച്ചിട്ടാണ് എന്ന് അദ്ദേഹത്തെ എതിർ സ്ഥാനാർത്ഥി സുനിലേട്ടൻ പറയട്ടെ. CPM സുരേഷ് ഗോപിയെ സഹായിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ CPIയുടെ എതിർ സ്ഥാനാർത്ഥിക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പക്ഷെ ഇപ്പൊ പൂരം കലക്കി അന്നൊന്നും ഈ ആരോപണം K മുരളീധരനും പറഞ്ഞില്ലല്ലോ, രണ്ടുപേരും പറഞ്ഞില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഈ ആരോപണം ഉണ്ടായത്. അപ്പൊ ജയിക്കുന്നോടം വരെ പൂരം കലങ്ങിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അവിടെ അദ്ദേഹം എത്തി, അദ്ദേഹത്തെ ആക്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പൂരത്തിന് കാണിച്ച കോലം കെട്ടുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്ന ആയിരുന്നില്ല. എന്തുകൊണ്ട് പൂരം കലക്കി, ഇതിന്റെ കൂട്ട് നിന്ന് പൂരം കലക്കിച്ചു? അന്ന് ഈ പോലീസിനെതിരെ നടപടിക്ക് ഇവരാരും ആവശ്യപ്പെടാത്ത തന്നെ CPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടില്ലല്ലോ. ഈ പറയുന്ന K മുരളീധരൻ എന്തുകൊണ്ടൊരു ഒരു പറ്റീഷൻ കൊടുത്തില്ല? അല്ല, അതിലൊരു എൻക്വയറി നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എൻക്വയറി നടക്കുന്നല്ലാതെ ഇതൊക്കെ തോറ്റ് കഴിഞ്ഞപ്പോഴല്ലേ ഇഷ്യൂ ആയത്. അതിന് മുമ്പ് ഇഷ്യൂ ഇല്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേന്ദ്രം ഭരിക്കുന്ന അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിജിക്കോ ഈ പാർട്ടിയുടെ ദേശീയ നേതാക്കൾക്കോ പിണറായി വിജയന്റെ എന്തെങ്കിലും ഓച്ചാരം ആവശ്യമുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? പിന്നെ പണം കൊടുത്ത് അവരെയൊക്കെ വശീകരിക്കാൻ മാത്രം ഇവരുടെ പണമില്ലല്ലോ. പണം ഉണ്ടെങ്കിൽ തന്നെയും അവരെ വശീകരിക്കാൻ മാത്രം പറ്റുന്ന ആളുകളാണോ അവരൊക്കെ? ഒന്ന് ചുമ്മാ നോർമലി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായത്. അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ പണം കൊടുത്തു സ്വാധീനിക്കാൻ മാത്രം വളർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരതിന് വഴങ്ങുന്ന ആളുകളാണോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തിനു വേണ്ടി? സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം വന്നു, ജനകൻ, എല്ലാ സാധ്യതകളെയും നമ്മൾ പരിശോധിക്കും. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടി കേരള സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധമുണ്ട്. ആ നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഞാനെങ്ങനെ ഈ പാർട്ടിയിലെത്തിയത്? അവര് നമ്മളോട് കൃത്യമായി ഈ പാർട്ടിയിലേക്ക് വരണം എന്ന് അവർ നെഗോഷിയേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് അവർ നമ്മളൊരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കി തന്നെയാണ് നമ്മളെ പാർട്ടിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന ഈ വരുന്ന ഒരു വർഷക്കാലം
നിങ്ങളൊക്കെ കാണുന്നതിൽ അപ്പുറം ഒത്തിരി നേതാക്കന്മാർ ഇന്ന് CPM-ലും കോൺഗ്രസിലുമുള്ള നിരവധി നേതാക്കൾ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ BJP-യുടെ ഭാഗമാകും. എനിക്കൊരു സംശയം. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ ഈ നമുക്കറിയാലോ മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ പ്രബല ശക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗമാണ്. അപ്പം നേരത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന് അത്രയൊന്നും BJP-യോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇപ്പൊ കുറച്ച് കാലമായിട്ട് BJP-ക്ക് അത്ര തൊട്ടുകൂടായ്മ ഇല്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ബോധം ഉണ്ടായി. ഞാൻ ഇപ്പൊ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാനാണ്. അതെ അതെ. ന്യൂനപക്ഷ മെമ്പർഷിപ്പിന്റെ കോർഡിനേഷനുള്ള ചുമതലയുള്ള വ്യക്തിയാണ് ഞാൻ പറയട്ടെ, വലിയ രീതിയിൽ BJP-യുടെ മെമ്പർഷിപ്പ് ഇന്ന് മധ്യ കേരളത്തിൽ ട്രെൻഡിങ് ആണ്. നമ്മൾ ഈ ചാനലുകാർ ട്രെൻഡിങ് എന്ന് പറയുന്ന പോലെ ഇന്ന് BJP-യുടെ മെമ്പർഷിപ്പ് മധ്യ കേരളത്തിൽ ട്രെൻഡിങ് ആണ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ. ഞാൻ 2 പഞ്ചായത്തിൻ്റെ പരിപാടികൾക്ക് എനിക്ക് പോകാൻ പറ്റിയുള്ളൂ. ഭവന സന്ദർശനത്തിന് നമ്മൾ പോയത് 2 പഞ്ചായത്തിലെ ഞാൻ സമ്പർക്കത്തിന് പോയത്. ആ പോയ വീടുകൾ മുഴുവൻ, പ്രത്യേകിച്ചും എനിക്ക് ചാർജും കൂടെ ഉള്ളവർ കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന വീടുകളിലാണ് പോയത്. പരമ്പരാഗതമാണ് ഗ്രൂപ്പുകാർ, പരമ്പരാഗത കോൺഗ്രസ്സുകാർ. ഇവരൊക്കെ ഒരു വാക്ക് പോലും പറയാതെ എന്താ വരാത്തെ, ഞങ്ങൾ കൂടെയാണ്, ഇനി അങ്ങോട്ട് BJP-യിലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം മധ്യകേരളത്തിലുണ്ടായിരിക്കുന്നു. അത് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം വരച്ച് കാണിക്കുന്നതാണ്. അല്ല, ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ കുറച്ചും കൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു കേന്ദ്രമന്ത്രിയെ കൊടുത്തത്? അത് കോട്ടയംകാരനായ ഒരാൾ കേന്ദ്രമന്ത്രി ആവുന്നു, ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു 2 കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ സമൂഹങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ്. അതോടൊപ്പം ജോർജ് ഏട്ടൻ എന്ന് പറയുന്നത് ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ വർക്കർ ആരാന്ന് ചോദിച്ചാൽ ജോർജ് ഏട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാനപ്പം കഴിഞ്ഞ ദിവസം എന്നെ ഈ ന്യൂനപക്ഷ കോർഡിനേഷൻ, സംസ്ഥാനത്തിൻ്റെ ന്യൂനപക്ഷ കോർഡിനേഷൻ ഏൽപ്പിച്ചു. അപ്പോൾ ആ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് അയച്ചു. അപ്പം ഞാനത് ജോർജേട്ടനെ അയച്ചു കൊടുത്തു. അയച്ചപ്പോൾ തന്നെ അയച്ചു. അത് ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞാണ് ജോർജേട്ടനെ വിളിച്ചത്. ഞാൻ വിളിക്കണ്ട, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എന്നാൽ പോലും ജോർജേട്ടൻ സ്ഥിരമായി നമ്മളെ വിളിച്ച് കാര്യങ്ങൾ എപ്പോഴും ഉപദേശിക്കുന്നൊരു മനുഷ്യനാണ്. ജോർജേട്ടനൊന്നും പറഞ്ഞില്ല, മോശമല്ലെന്ന് പറഞ്ഞ് വിളിച്ചു. അതേ ഓഫീസിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് 21 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. എന്തു ചെയ്യണം, എന്നൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അത്രയും പാർട്ടിയെ സ്നേഹിക്കുന്ന, എന്തൊക്കെ ചെയ്യണം എന്ന് ഓരോ വ്യക്തിക്കും മാർഗദർശനം കൊടുക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം അയാൾക്ക് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങേർക്ക് 101% അർഹിച്ചതാണ്. 101%. അയാളെക്കാൾ അർഹിച്ച മറ്റൊരാളില്ല. അപ്പം 2 തലത്തിലും ഇപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒരു വലിയ പാർട്ടി പ്രവർത്തകർ, ഏതൊരു സാധാരണക്കാരനെയും ആവേശമാണ് ജോർജ് ഏട്ടൻ്റെ ഈ അംഗീകാരം. അത് ഇവിടെ മാത്രമല്ല, നാഷണൽ വൈഡ് ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ, ഒന്നുമല്ലാതിരുന്ന ഒരു പാർട്ടി പ്രവർത്തകനെ കേന്ദ്രമന്ത്രിയാക്കുന്ന വഴി ഒരു വലിയ മെസ്സേജ് കൊടുത്തു. ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ അവർക്ക് അംഗീകാരം ഉണ്ടാവും. അയാൾ ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുന്ന ആളല്ല, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഒരു സമ്മർദ്ദ ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്ന ആളല്ല. അയാൾക്ക് അങ്ങോട്ട് കൊടുത്തതാണ്. അതോടൊപ്പം അദ്ദേഹം കോട്ടയംകാരനാണ്, പല രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്, കോർ ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ ഉള്ള ഒരു ഏരിയയിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സഭാ സമൂഹത്തിന് കൊടുത്ത അംഗീകാരം കൂടെയാണ്. അല്ല, മാത്രമല്ല അദ്ദേഹം ഇപ്പം താങ്കൾക്കൊക്കെ പിന്നെ ഈ പാർട്ടിയിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഏതാണ്ട് നല്ല ഒരു സാഹചര്യം, പക്ഷേ ഒരു സാഹചര്യം ഇല്ലായിരുന്ന കാലത്താണ്. അല്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊക്കെ പാർട്ടിയിൽ വരുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലോട്ട് ഒന്നും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹം. ഒന്നും ഈ പാർട്ടി ജീവിതത്തിൽ ഇന്ത്യ ഭരിക്കുമോ എന്ന് അറിയത്ത പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ പാർട്ടിയുടെ ഭാഗമായ ആളാണ് ജോർജ് കുര്യൻ. അത് അംഗീകാരം, അത് പാർട്ടിയെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പം ഈ നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. പിന്നെ ആദ്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു സന്തോഷം BJPക്ക് ഉണ്ട്. പക്ഷേ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ കേരളത്തിൽ വലിയ പദ്ധതികളൊന്നും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയുണ്ടായി. വലിയ രീതിയിൽ സുരേഷ് ഗോപിക്കെതിരൊക്കെ വലിയ ട്രോളുകൾ ഉണ്ടായി. പാലക്കാട് ഇപ്പോൾ എത്ര കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു? വ്യവസായ സ്റ്റേറ്റ് പ്രഖ്യാപിച്ചത് ചെറിയ പദ്ധതിയല്ല. 2 നമ്മുടെ ഹോസ്പിറ്റലിനേക്കാൾ വലുതാണ്. നമ്മുടെ 2 എയിംസിനേക്കാൾ വലിയ പ്രോജക്റ്റാണ് അവിടെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, കേരളത്തിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് കേന്ദ്രത്തിനുണ്ട്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാവും. പിന്നെ ഒരു കൊലൂഷൻ ഗവൺമെൻറ് ഉണ്ടായി വന്നു. വരാൻ പോകുന്ന ബഡ്ജറ്റുകൾ കണ്ടു, കേരളത്തിന് കൃത്യമായ ഫോക്കസ് ഉണ്ട്. ഇനിയും 4 ബഡ്ജറ്റ് വരാനുണ്ട്. അതെ, ഇനിയും 4 ബഡ്ജറ്റ് വരാനുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മളിവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരാനുണ്ട്, അസംബ്ലി ഇലക്ഷൻ വരാനുണ്ട്, അടുത്ത ബഡ്ജറ്റ് കഴിഞ്ഞാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്. അതെ.
അത് ഇനിയിപ്പം ഇപ്പം വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അതുപോലെ തന്നെ ആലത്തൂരിലും പാലക്കാടും ഇലക്ഷൻ വരാനുണ്ട്. എന്താണ് പാർട്ടി ലക്ഷ്യമിടുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്? പാലക്കാടും ആലത്തൂരുമൊക്കെ ഗംഭീരമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവിടെയൊക്കെ പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ വയനാടിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, വലിയ മാർജിനിലൊക്കെയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മാർജിൻ കുറയ്ക്കാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർദ്ദം എനിക്ക് കൃത്യമായിട്ടറിയാം. അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിച്ച ആളല്ല, ഒരിക്കലും മത്സരിക്കുന്നില്ല. ഇപ്രാവശ്യം സംഘടനാ കാര്യങ്ങൾ നോക്കി എല്ലായിടത്തും ഓടി നടക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്ന അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ച ചുമതലയാണ് സുരേന്ദ്രൻ. അദ്ദേഹം അത് ശിരസാ വഹിച്ച് അവിടെ പോയി മത്സരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. 1,00,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പം അതിന് വലിയ വ്യത്യാസങ്ങൾ ഇനി ഉണ്ടാകും. പല രാഷ്ട്രീയം ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വയനാട്ടിലും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഈ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടലും ഒരുപാട് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ സംഭവം, കാരണം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു ദുരന്തം കണ്ടത്. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വന്ന് ഈ ദുരന്തമൊക്കെ കണ്ടു, എല്ലാം നേരിൽ കണ്ടു, ഒരുപാട് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതുവരെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ. ഇതിന് ഒരു സിസ്റ്റമുണ്ട്. ഇപ്പോൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അതൊരു ഹെഡിലാണ്. ആ ഹെഡിൽ കൃത്യമായിട്ട് ഇവിടെ ഒരാൾ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചാൽ കൃത്യമായി അതിൻ്റെ വിഹിതം, കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കും. സംസ്ഥാനം പിറ്റേ ദിവസം രാവിലെ പറക്കി കൊടുത്താലേ കിട്ടും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാർഷിക മേഖലയിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിക്ഷോഭമായി ബന്ധപ്പെട്ട് അതിന് ഇത്ര ഹെഡുണ്ട്. അതുപോലെ സ്ഥാപനങ്ങൾ പോയതിന് ഇത്ര ഹെഡുണ്ട്. ഇതിനെല്ലാം കൃത്യമായ കേന്ദ്ര വിഹിതമുണ്ട്. അത് മാത്രമല്ല, ആസ് എ ഹോൾ ഇതിന് ടോട്ടലായിട്ട് വന്നേക്കുന്ന അസസ്മെൻറ്റ്, പുനരധിവാസം സംബന്ധിച്ച പാക്കേജ്, ഇതിനൊക്കെ സമഗ്രമായ പക്ക റിപ്പോർട്ട് എടുത്ത് അവിടെ കൊണ്ട് കൊടുത്താൽ കൃത്യമായി അവിടെ നിന്ന് പണം കിട്ടും. അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇരുന്ന് സഹാക്കന്മാർ ട്രോളെന്നല്ലാതെ പിണറായി വിജയൻ പറഞ്ഞോ കേന്ദ്രം തന്നില്ലെന്ന്? കേന്ദ്രത്തിന് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ അഭ്യർത്ഥന മാത്രം പോരാ, അവിടെ നിന്ന് റിപ്പോർട്ട് ഉണ്ടാകണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വയനാടിൻ്റെ കാര്യത്തിൽ വയനാടിൻ്റെ സന്ദർശനം മുതൽ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ട്. വയനാടിന് വേണ്ടി സഹായം എത്തണമെന്നുള്ള നിർദ്ദേശം ഉണ്ട്. പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ അന്ന് എനിക്കിപ്പോഴും അറിയാം. അന്ന് രാവിലെ 6:30 മണിക്ക് PM-ൻ്റെ കോൾ, ആരെ വിളിച്ചെന്ന് ഞാൻ പറയുന്നില്ല, PM-ൻ്റെ കോൾ വന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ വലുതാണ് റഷ് ടു ദ പ്ലേസ് എന്ന് PM ആണ് നേരിട്ട് വിളിക്കുന്നത്. അവിടുന്ന് എന്തൊക്കെ വേണോ അതെല്ലാം റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ജോർജ് കുര്യൻ ഒരാഴ്ച അവിടെ ഫുൾ ടൈം ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി അദ്ദേഹം കോലം കെട്ടാൻ നിന്നില്ല. ഒരു 100 രൂപയുടെ മറ്റേ റെയിൻകോട്ട് വിട്ട ആ പാവം മനുഷ്യൻ അവിടെ മിലിറ്ററിയും കേന്ദ്ര ഏജൻസികളെയും കോർഡിനേറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്നു ഒരാഴ്ച. ഒരു ചാനലിലെയും മുമ്പിൽ പോയി കോലം കെട്ടാനൊന്നും പ്രധാനമന്ത്രി വന്നപ്പോഴും കൂടി ഇല്ലായിരുന്നു. മനസ്സിലായി? അതാണ് ആ അസൈൻമെന്റ് അപ്പോഴേ പ്രധാനമന്ത്രി നിയോഗിച്ചിരുന്നു. മാത്രമല്ല ഇത് സംബന്ധിച്ചൊക്കെ സമഗ്രമായ പ്ലാനും ഇത് ഒരു എപ്പിസോഡ് മുഴുവൻ പറയാനുള്ളൊരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ 2018 മുതലുള്ള പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഈ ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിപ്പിക്കാൻ പോവാണ്. ഇനി ആവർത്തിക്കും. അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ഓരോ വർഷം കഴിയുമ്പോൾ ഈ ദുരന്തങ്ങളുടെ പുറത്ത് പിരിവെടുക്കാൻ നടക്കുന്നല്ലാതെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരു നടപടി 2018 മുതൽ എടുത്ത് നോക്കിയോ, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇവിടെ പദ്ധതി തയ്യാറാക്കിയിട്ട് എത്ര പേരെ മാറ്റി നിങ്ങളൊന്ന് ചോദിക്കും മുഖ്യമന്ത്രിയോട്. കയ്യിൽ എണ്ണാവുന്ന ആളുകളെ പോലും മാറ്റിപ്പാർപ്പിക്കാൻ കഴിയില്ല. ഈ സ്ഥലത്ത് തന്നെ ഒരു കുറച്ച് വർഷം മുന്നേ അവിടെ ഉണ്ട്. അവിടെ തന്നെ 38 വീടും കണ്ട് മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറഞ്ഞതാണ്. ആ 38 വീടിന് എന്നാൽ പോലും 150 മരണം കുറയില്ലേ? മനസ്സിലല്ലേ? അങ്ങനെ തന്നെ കോട്ടയം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കി ഞാൻ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. നടപടിയില്ല. 132 പേരെയാണ് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 500 അല്ല അവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അവിടുന്ന് വിട്ടൊഴിഞ്ഞ് പോകുക എന്നുള്ളതല്ല, ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള നേരെ കീഴിയിരിക്കുന്ന വീടുകൾ അവിടെ പ്രായോഗികമല്ല. കാരണം ഇത് ഇപ്പോൾ അടുക്കം, നമ്മുടെ മേശ്രിപ്പടി പ്രദേശം, എൻ്റെ ഡിവിഷനിൽപ്പെടുന്ന 40 വീടുകൾ എല്ലാ വർഷവും വെള്ളം കയറും. ഉരുൾപൊട്ടുന്ന വരുന്ന വെള്ളം എല്ലാ വർഷവും വെള്ളം കയറും. ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഞാൻ എന്നേ ആവശ്യപ്പെട്ടതാണ്. എല്ലാ വർഷവും അവിടെ ചെല്ലുക, നമ്മുടെ ജനപ്രതിനിധികളുടെ അവസ്ഥ നോക്കുക. എല്ലാ ദിവസവും അവിടെ ചെല്ലുക, അവരുടെ അനുശോചനം രേഖപ്പെടുത്തുക, നാട്ടുകാരെല്ലാം കൂടെ ചൂടി വീണ്ടും കഴുകി അവർക്കെല്ലാവരും കിറ്റും മേടിച്ച് തിരിച്ച് വീണ്ടും കയറ്റിവിടും.
പിറ്റേ ദിവസം രാവിലെ, ഒരു ദിവസം കഴുകി പിറ്റേ ദിവസം രാവിലെ വീണ്ടും വെള്ളം കയറും. എത്ര ദയനീയമായ അവസ്ഥ. ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട സമയം എത്ര കഴിയും? അതിനുവേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊടുത്ത പൈസ എടുത്ത് ഇവർ മുട്ടടിച്ച്. അന്ന് 2018 പ്രളയ സമയത്ത് ഇതിനു വേണ്ടി 600 കോടി രൂപ മാറ്റിവെക്കുമെന്ന് പറഞ്ഞാണ്. എത്ര കോടി രൂപ അതിനകത്ത് ചെലവഴിച്ചു? അതെടുത്ത് പുട്ടടിച്ച് ഇവരുടെ ആഡംബരവും വിദേശയാത്രയായിട്ട് പോയി. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വിദേശത്ത് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിമാരും കറങ്ങിയ പൈസ ഉണ്ടായിരുന്നു. ഇവിടെ 500 കൊടുക്കായിരുന്നു. റൂം ഫോർ റിവർ. ഈ റൂം ഫോർ റിവറിന്റെ ഒരു കാര്യം പറയട്ടെ. വെള്ളം കയറി ഒഴുകിയ പ്രദേശങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം, അല്ലെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം. ഇപ്പൊ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ പൂർണ്ണമായി മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോയാൽ പിന്നെ അവിടെ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല, കല്ലാണ് കിടക്കുന്നത്. ഈ ഒലിച്ചുപോയ വസ്തുവിന് ആരും വില കൊടുക്കില്ല. ഒലിച്ചുപോയ റബ്ബറിനും അല്ലെങ്കിൽ വൃക്ഷങ്ങളുണ്ടെങ്കിൽ ആ വൃക്ഷം എണ്ണി പൈസ കൊടുക്കും. ഇപ്പൊ എൻ്റെ മണ്ഡലം പ്രസിഡന്റ് സണ്ണി, നമ്മുടെ കൂട്ടിക്കല് മണ്ഡലം പ്രസിഡന്റ്, ഈസ്റ്റ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അദ്ദേഹത്തിന് 2 ഏക്കർ പറമ്പ് ഉരുൾ പൊട്ടിപ്പോയി. അവിടെ ഇനി ഒരു വെണ്ട പോലും കായ്ക്കില്ല. റബ്ബറിന്റെ പൈസ കിട്ടി, റബ്ബർ അവിടെ ഉണ്ടായിരുന്നു, റബ്ബറിന്റെ എണ്ണി പൈസ കിട്ടി. പിന്നെ വസ്തു പോയതിന്റെ പൈസ ഇല്ല. വയനാട്ടിൽ ഇതിനെ സംഭവിക്കാൻ പോകുന്നത്. അത് ഇനി ഒരു നിയമനിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാണ്. അതും ഇനി ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ട വരും. അതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞത്, ഈ നിമിഷം വരെ 2018 ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെ, അത് നമുക്കൊരിക്കലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല, ആഗോളതലത്തിലുണ്ടായ ഒരു സംഭവമാണ്. ആ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിച്ച് ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ മുഖ്യമന്ത്രി എന്തു ചെയ്തു? അടുത്ത വർഷം ഇതുണ്ടാവും. ഇപ്പോൾ കേന്ദ്ര സഹായം മേടിക്കാൻ പോകും, നാട്ടുകാരുടെ ഇന്നെല്ലാം തണ്ടും, CMDRF-ൽ പരിപാടി നടത്തും, DYFI-കാരന് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത് ആ പൈസ എടുത്ത് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ കൂട്ടിക്കലൊക്കെ ചെയ്ത് എനിക്കറിയാം. 25 വീട് വെച്ച് കൊടുത്തു. ആ 25 വീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം, ബാക്കിയുള്ളൊരു മനസ്സിലല്ലേ. ഞാൻ പറഞ്ഞത്, എനിക്ക് ഇവർ പിരിക്കുന്നത് തന്നെ, ഞാനൊരു കാര്യം ചോട്ടെ, സിംഗിൾ അക്കൗണ്ടിലേക്ക് പിരിച്ചാൽ പോരെ? ഒരു QR കോഡോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വെച്ച് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേ നമ്പർ വെച്ച് ഇത് പിരിക്കുന്ന ഒരു ഘട്ടം അങ്ങോട്ട് പോകും, അടുത്ത ഘട്ടം അടുത്ത കമ്മിറ്റിക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തും. ഒന്നും വേണ്ട, നമ്മുടെ മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന് വെച്ചു കൊടുത്ത വീട് ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഒരു 25 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു വീട് ഉണ്ടായിട്ട് തോന്നിട്ടില്ല. എത്ര കോടി രൂപ പിരിച്ചു? ബാക്കി പൈസ എന്തി? ഇതൊരു തൊഴിലാക്കി എടുത്തേക്കാണ് ഇവർ. ചില സ്ഥലങ്ങളിൽ രക്തസാക്ഷി ഫണ്ട് അങ്ങനെ അടിച്ചു മാറ്റിയ കേസൊക്കെ ഉണ്ട്. ഇതിനകത്ത് പോയിട്ടുണ്ടല്ലോ, അഭിമന്യുവിന് 25 ലക്ഷം രൂപ ആണോ പിരിച്ചേക്കുന്നത്? പോട്ടെ, 40 ലക്ഷം രൂപ കൊടുക്കുക വീട്ടില്. എത്ര കോടി രൂപ പിരിച്ചു അഭിമന്യുവിന്റെ പേരിൽ? അപ്പൊ ഇപ്പോ ഈ വയനാട് 2 പ്രാവശ്യം പുനർനിർമ്മിക്കാനുള്ള പണം ഇപ്പം കേരളത്തിന്റെ പല ഭാഗത്തുനിന്നായിട്ട് പിരിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഓഫറുകൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ദുരന്തത്തെ ഇതൊരു വരുമാന മാർഗമാക്കി ഇവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക്. അല്ല, അത് മാത്രമല്ല, ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയവാദങ്ങളും കൂടി അതിലൂടെ ഒളിച്ചു പോകും. എല്ലാം സൈലന്റ് ആയിട്ട് പോകും. ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമായിട്ടൊക്കെയാ കാണുന്നു എന്നുള്ളത്. അല്ല, അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇവർക്ക് ഓരോ വർഷം ഉണ്ടാകുന്ന എല്ലാ വർഷവും കൃത്യമായിട്ട് ഒരു ജൂൺ മാസം വരെ ഒന്ന് പമ്മി നിന്നാൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നമുക്കൊരു ദുരന്തം ഉറപ്പാണ്. അത് 2018 ദുരന്തം, 2018 പെട്ടിമുടി, അത് കഴിഞ്ഞ് മൂന്നാർ, അത് കഴിഞ്ഞ് കൂട്ടിക്കല്, ഇപ്പോ വയനാട്. എല്ലാ വർഷവും ദുരന്തമുണ്ട്. നിലമ്പൂരില് അല്ലെങ്കിൽ കവളപ്പാറ. അപ്പൊ എല്ലാ വർഷവും ജൂലൈക്കും ഓഗസ്റ്റിനും വേണ്ടി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 3-4 മാസത്തിനുള്ളിൽ നമുക്കൊരു ദുരന്തം ഉണ്ടാവും. ആ ദുരന്തത്തിന്റെ പേരിൽ ആ വർഷത്തെ വെള്ളമൊക്കെ തീർന്നോളും. അത് പിണറായി നന്നായിട്ട് അറിയാം ആ സമയത്ത്. ശരിക്കും കേരളത്തിലെ ആളുകൾക്ക് ഇത് യൂസ്ഡ് ആയി എന്ന് തോന്നുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അഭിമുഖീകരിച്ച് ഇതൊക്കെ ഞങ്ങൾ നേരിടേണ്ടതാണെന്നുള്ള തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയമാണോ അതോ ദുരന്തമാണോ? രാഷ്ട്രീയ ദുരന്തം. അതെ അതെ, അത് ശരിയാ. ഇത് കണ്ട് മനുഷ്യൻ മടുത്തിരിക്കുന്നു. കാരണം ഇത്രയൊക്കെ വിഷയങ്ങൾ ഇവിടെ ഇതിനോടൊക്കെ മനുഷ്യന് രാഷ്ട്രീയക്കാരെ കാണുന്നതന്നെ പുച്ഛമാകുന്ന സാഹചര്യത്തിലേക്ക് പിണറായി കൊണ്ടു എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കുറേ വർഷങ്ങളായിട്ട് ഒന്നുകിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ഇതുവരെ വലിയ ഉരുൾപൊട്ടലുകളൊക്കെ നടക്കുന്നു. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വലിയ ഉരുൾപൊട്ടലുകളൊക്കെയാണ് നടക്കുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ സമയത്ത് മുഖ്യമന്ത്രിയും ബന്ധുക്കളും പരിവാരങ്ങളൊക്കെ ഒരു വിദേശയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അതിന് ന്യായം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫണ്ട് എടുത്താണ്, അല്ലാണ്ട് സർക്കാർ ഫണ്ടിലല്ല യാത്ര. ഇതിൽ ഭയങ്കര ദുരൂഹതയുള്ളതായി തോന്നിയിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മുഖ്യമന്ത്രിയുടെ പണം ഇയാൾ കഴിഞ്ഞ കാലം കൊണ്ടാക്കിയിട്ടുള്ള അഴിമതി പണം മുഴുവൻ ഉള്ളത് അമേരിക്കയിലാണ്. ഈ അമേരിക്ക വഴി ദുബായിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട്. ദുബായിലാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മറ്റ് ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും നടന്നു. ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കൂടുതൽ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അമേരിക്കയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ മുഴുവൻ
പുള്ളിയുടെ സ്വത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടിട്ട് വരാൻ വേണ്ടിയാണ്. ഒരു സംശയം വേണം. ഒരു സ്ഥാപനം ഉണ്ടായി പോയി കണ്ടിട്ട് വരാൻ. അപ്പോൾ അത് എവിടെയെങ്കിലും കണ്ടു എവിടെയൊക്കെയാണോ ഉള്ളതെന്നൊക്കെയുള്ള ഇടയ്ക്ക് പോകണ്ടേ, അവിടെ പോയൊന്ന് സൂഹിക്കണമല്ലോ. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇപ്പം പ്രായമായില്ലേ, എത്ര കാലം എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിയ കാശിന് സൂഹിക്കണമല്ലോ, ആ സൂഹിക്കാൻ വേണ്ടി പോകുന്നതാണ്, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഇത്രയൊക്കെ ആരോപണ വിധേയനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് അത് വേറെ കാര്യം. ഇത് പുള്ളിക്ക് ഇവിടെ നിന്ന് ഇലക്ഷൻ കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെ പുള്ളി മുങ്ങി. അതെ, എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞു പോരുന്നു എന്നുള്ള. അപ്പം ഇത്രയേറെ ആരോപണ വിധേയനായ മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഇല്ല, യാതൊരു എന്തെല്ലാം അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ അദ്ദേഹം അറിയുന്നില്ല. അതിപ്പോ എന്തോ എന്നാന്നറിയില്ല. ഒന്ന്, അദ്ദേഹം ഇപ്പോഴും ഭയങ്കര ജനകീയനാണെന്നും ജനനായകനുമാണെന്നാണ് പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ പുള്ളിയുടെ അങ്ങനെയാണ് പുള്ളിയും ധരിച്ചു വെച്ചേക്കുന്നത്. നിയമസഭ നടക്കുന്ന സ്ഥിരമായിട്ട് നടക്കുന്ന വേളങ്ങളെ അപ്പുറത്തേക്ക് ഈ ഒന്ന് പുള്ളിയെ ദേശാമാനി അല്ലാത്ത വേറെ പത്രങ്ങളൊന്നും പുള്ളി കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. അതും വായിക്കലുണ്ടാവില്ലല്ലോ. അല്ല, ദേശാമാനി വായിക്കും. ദേശാമാനി മാത്രമേ അദ്ദേഹം വായിക്കലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പത്രങ്ങൾ കൊടുത്താൽ പുള്ളിക്കെതിരെയുള്ള കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ എന്താണ് പുള്ളിക്ക് ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്ന് അദ്ദേഹം അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുനടക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കേരളത്തിൽ എന്തായാലും BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടിയുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ ഒരു കേരളത്തിലെ ഒരു MP ഈ BJPയിലേക്ക് വരുന്നെന്നും അദ്ദേഹത്തെ വലിയ രീതിയിൽ ഇറക്കിക്കൊണ്ട് കേരള ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എന്തൊക്കെ വസ്തുതയുണ്ട് അതിൽ? ഞാനിപ്പോൾ ഈ ഓൺലൈൻ വഴി കണ്ടതല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അറിവിൽപ്പെടുന്നൊരു കാര്യമല്ല. അല്ല, അങ്ങനെ ഇപ്പോൾ ആരും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ പിണറായി വിജയൻ അല്ലാതെ ആരും വന്നാലും സ്വീകരിക്കണം. അത് കാരണം അവർ നിൽക്കുന്ന പാർട്ടികളുടെ നിലപാടുകളെ കുറിച്ച് വ്യക്തിപരമായി ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വ്യക്തിപരമായി കുഴപ്പങ്ങളുള്ള ആളാണെങ്കിൽ നമുക്കത് എതിർക്കാൻ പറ്റും. പക്ഷെ അല്ലാതെ ആണെങ്കിൽ ഏതൊരു രാഷ്ട്രീയ നേതാക്കൾ സ്വാഭാവികമായി, ഞാൻ പറഞ്ഞില്ല, അടുത്ത ഒരു വർഷത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും CPM ൽ നിന്നും നിരവധി നേതാക്കൾ ഇങ്ങോട്ട് വരും. അങ്ങനെ വരണം, നല്ല പാർട്ടി വലുതാവുള്ളൂ. ഇപ്പം നമ്മളത് ത്രിപുരയിൽ കണ്ടത് അങ്ങനെയാണ്, നമ്മൾ ബംഗാളിൽ കണ്ടത് അങ്ങനെയാണ്. ബംഗാളിലും ത്രിപുരയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് BJP ആയി മാറിയത്. അത് ഒരു കാലഘട്ടത്തിൽ ആ പാർട്ടി ഇല്ലാതെ, മാത്രമല്ല അവശേഷിക്കുന്ന ഏക സ്ഥലം ഇതാണല്ലോ. ഇവിടെ ഇല്ലാതാകുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അപ്പൊ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നത് BJP ആയിരിക്കും. കോൺഗ്രസിൽ നിന്നും CPM നിന്നും ഒക്കെ വലിയ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഞാൻ ബൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ നിരവധിയായ അഴിമതി ആരോപണങ്ങളും കേസും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെ എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഞാൻ എടുക്കുന്ന നിലപാടുകൾ എന്താണെന്ന് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, എനിക്ക് നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സത്യസന്ധമാണെന്ന് എൻ്റെ ബോധ്യം തീർച്ചയായിട്ടും എത്തേണ്ടിടത്ത് എത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇപ്പോൾ നിയമപോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. അപ്പം തിരക്കിനിടയിൽ സഹകരിച്ചത് നന്ദി. താങ്ക് യു.